2012 ഹാർവാർഡ് ബിസിനസ് മാഗസിൻ ദ മോസ്റ്റ് സെക്സിയസ്റ്റ് ജോബ് ഓഫ് 21st സെഞ്ച്വറി എന്ന് വിശേഷിപ്പിച്ചത് ഡാറ്റാ സയന്റിസ്റ്റ് ജോബിനെയായിരുന്നു. 12 വർഷങ്ങൾക്കിപ്പുറം, അതായത് 2024 ഡാറ്റാ സയൻസ് മേഖലയിൽ ഒത്തിരി ഉയർച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡാറ്റാ സയൻസ് ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. ഇതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഡാറ്റാ സയൻസിൽ ഉണ്ടായ പുതിയ ഇന്നോവേഷൻസ് ആണ്. Hey guys, this is Ritya from Metafora Digital Academy. So in this video, we are going to discuss what is data science. Before understanding what is data science, you guys have to be familiar with the terms big data and data. So അതിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So you may refer the video. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വലിയ ഡാറ്റാ സെറ്റുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് നോളേജ് ആൻഡ് ഇൻസൈറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അതായത് ഡാറ്റ റിട്രൈവ് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ഈ ഡാറ്റാ സെറ്റുകളിൽ നിന്ന് ആക്ഷനബിൾ ടാസ്ക് ഐഡന്റിഫൈ ചെയ്യുകയും ഒപ്പം തന്നെ ട്രെൻഡ്സ് കണ്ടുപിടിക്കുകയും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മേഖലയാണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വലിയ ഡാറ്റാ സെറ്റുകൾ പലതരത്തിലുള്ള ടൂൾസ്, ടെക്നോളജീസ്, മെത്തേഡ്സ് എന്നിവ ഉപയോഗിച്ച് ഇൻസൈറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പഠന മേഖലയാണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഡാറ്റാ സയൻസ് ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. സയൻസിന്റെ പല ബ്രാഞ്ചുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു മേഖലയാണ് ഡാറ്റാ സയൻസ്. മെയിൻലി മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡൊമൈൻ നോളജ് എന്നിവയുടെ എല്ലാം ഒരു മിക്സ് ആണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് മേഖലയിൽ ആഴത്തിലുള്ള അറിവിനെയാണ് ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, ഫൈനാൻസ്, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ് എന്നീ മേഖലകളിലുള്ള നോളജ് ഡാറ്റാ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വളരെ അധികം അത്യാവശ്യമാണ്. ഡാറ്റാ സയൻസ് എന്നത് ഒരു പുതിയ ടോപ്പിക് ഒന്നുമല്ല. 1960കളിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടായിരുന്നു ഡാറ്റാ സയൻസ് എന്ന വാക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. ശേഷം 90കളിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് അത് ചർച്ച ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 20-25 വർഷങ്ങളായി കമ്പ്യൂട്ടർ സ്റ്റോറേജ്, പ്രോസസ്സിംഗ് പവർ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് എന്നീ മേഖലകളിൽ ഉണ്ടായ ഇന്നോവേഷൻസ് ആണ് ഡാറ്റാ സയൻസ് മേഖലയിൽ വൻ ഉയർച്ചകൾ ഉണ്ടാക്കിയതെന്ന് പറയാൻ കഴിയും. മോഡേൺ ബിസിനസ്സുകൾ ഓരോ ദിവസവും വലിയ വോളിയത്തിലുള്ള ഡാറ്റാസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റകളിൽ നിന്ന് നോളേജും ഇൻസൈറ്റ്സും എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതായത് റിട്രൈവ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിന് മോർ വാല്യൂ ആഡ് ചെയ്യും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബിസിനസ്സുകൾ വലിയ തോതിൽ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡാറ്റാ സയൻസ് മേഖലയിൽ ഇന്ന് ചെയ്യുന്നത്. ഡാറ്റാ സയൻസിന്റെ 4 പ്രധാനപ്പെട്ട യൂസസിനെ പറ്റി ഞാൻ പറയാം. ആദ്യത്തേത് ഡിസ്ക്രിപ്റ്റീവ് അനലൈസിസ്, രണ്ടാമത്തേത് ഡയഗ്നോസ്റ്റിക് അനലൈസിസ്, മൂന്നാമത്തേത് പ്രെഡിക്റ്റീവ് അനലൈസിസ് ആൻഡ് നാലാമത്തേത് പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ്. സോ ഇതെല്ലാമാണ് ഡാറ്റാ സയൻസിന്റെ 4 ഡിഫറെന്റ് യൂസസ്. അപ്പോൾ ഈ യൂസസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഓഫ് എ ഡാറ്റാ സയൻസ്, റോൾ ഓഫ് ഡാറ്റാ സയന്റിസ്റ്റ് ഇൻ എ കമ്പനി തുടങ്ങിയ ടോപ്പിക്കുകളും നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു. ബൈ.